ായി മീഖാ പ്രവാചകന്റെ പുസ്തകം 4-ാം അധ്യായം അതിൻ്റെ 1-ാമത്തെ വാക്യത്തിലേക്ക് വരുന്നു. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതങ്ങളുടെ ശിഖരത്തിൽ സ്ഥാപിതവും കുന്നുകൾക്ക് മീതെ ഉന്നതവുമായിരിക്കും. ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. പ്രൈസ് ദി ലോർഡ്. വളരെ അനുഗ്രഹിക്കപ്പെട്ടൊരു ദൂതാണ്. ഈ ദൂതിനകത്ത് 4 കാര്യങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ഒന്ന്, പ്രവാചകൻ ഇതിനെക്കുറിച്ച് ഉദ്ദേശിക്കുന്നതും പ്രവാചകന് ദൈവം കൊടുത്ത ദൂതും അല്ലെങ്കിൽ വെളിപ്പാടും ഇതാണ്: സഭയുടെ മഹത്വം, സഭയ്ക്കകത്ത് ദൈവമഹത്വം വെളിപ്പെടണം. ഇതാണ് ദൈവമഹത്വത്തിലേക്ക് സഭ വരണം. അതാണ് ഈ അധ്യായത്തിൽ കൂടെ മീഖാ പ്രവാചകൻ ഉദ്ദേശിക്കുന്നതും ദൈവം മീഖായ്ക്ക് കൊടുത്ത ഒരു വെളിപ്പാടും ഇതാണ്: സഭ എന്ത് ചെയ്യണം? ആമേൻ, ആ ദൈവത്തിൻ്റെ മഹത്വത്തിലേക്ക് കടന്നു വരണം. പ്രൈസ് ദി ലോർഡ്. ആമേൻ. ദൈവത്തിൻ്റെ മഹത്വം സഭയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കണം. പ്രൈസ് ദി ലോർഡ്. ആരാധനയുണ്ട്, പാട്ടുണ്ട്, സങ്കീർത്തനമുണ്ട്, എല്ലാമുണ്ട്. പക്ഷെ ദൈവമഹത്വം സഭയ്ക്കകത്തുനിന്ന് പോയി എന്നാണ് പ്രവാചകൻ വിളിച്ചു പറയുന്നത്. പക്ഷെ ആ പ്രവാചകനിൽ കൂടെ ദൈവം പറയുന്നു സഭയുടെ മഹത്വമാണ്. 1-ാമത്തെ വാക്യം മുതൽ ചില വാക്യങ്ങൾ ചിന്തിക്കുമ്പോൾ അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം സഭയ്ക്കകത്ത് നിറഞ്ഞു നിൽക്കണമെന്നാണ് പ്രവാചകനിൽ കൂടെ ദൈവം അരുളി ചെയ്യുന്നത്. ഉദ്ദേശിക്കുന്നതും അത് തന്നെയാണ്. ആമേൻ. എന്നാൽ 2-ാമത്തെ ഭാഗം നമ്മൾ ചിന്തിക്കുമ്പോൾ സഭയുടെ സമാധാനമാണ് ദൈവം ആഗ്രഹിക്കുന്നത്. ഇന്ന് സഭയ്ക്കകത്ത് സമാധാനങ്ങളില്ല. സ്തോത്രം. സഭയിൽ വരുന്ന ജനത്തിന് സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്കായി. കാരണം മഹത്വം പോയി സഭയ്ക്കകത്ത് നിന്ന് ദൈവത്തിൻ്റെ മഹത്വം നഷ്ടപ്പെട്ടിരിക്കുമ്പോൾ അനേക കുടുംബങ്ങൾക്ക് നിന്ന് സമാധാനമില്ല. സ്തോത്രം. പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, തിരിച്ചു മടങ്ങി വരുന്നു. ആമേൻ. ഒന്നും സമാധാനമില്ലാത്തൊരു അന്തരീക്ഷത്തിലേക്ക് വന്നു. കാരണം തലമുറയെക്കുറിച്ചുള്ള അസ്വസ്ഥതകൾ, കുടുംബത്തെക്കുറിച്ചുള്ള ആകുലതകൾ, ആമേൻ, എന്ന് ഇത്യാദി കാര്യങ്ങളെക്കുറിച്ചൊക്കെ ജനം വളരെ വീക്കാ. പ്രാർത്ഥിക്കാൻ കഴിയുന്നില്ല, ഉപവസിക്കാൻ കഴിയുന്നില്ല. എന്നാൽ അവിടെ ആമേൻ ആത്മമാരി നടക്കുന്നു, ഇവിടെ ഉത്സവങ്ങൾ നടക്കുന്നു, അവിടെ വലിയ ബ്ലെസ്സിങ് മീറ്റിംഗ് നടക്കുന്നു. അവിടെ പോയാൽ അനുഗ്രഹം കിട്ടും, ഇവിടെ പോയാൽ അനുഗ്രഹം കിട്ടും. നമ്മൾ മനുഷ്യനിങ്ങനെ ഓടി നടക്കുക സമാധാനത്തിന് വേണ്ടി. സമാധാനമുണ്ടോ? ഇല്ല. സമാധാനം വാങ്ങുന്നതല്ലപ്പ, സമാധാനം ഉണ്ടാക്കിയെടുക്കുന്നതാ. സ്തോത്രം. അതിന് ഇനി വലിയ ക്രൂസൈഡിന് പോയാലേ കിട്ടുള്ളൂന്നൊന്നുമില്ല. കർത്താവ് എന്താ പറഞ്ഞത്? 2-3 പേർ എൻ്റെ നാമത്തിൽ എവിടെ കടന്നു വരുമോ അവിടെ ഞാൻ ഉണ്ടെന്ന. ആമേൻ. സ്തോത്രം. അല്ലാതെ അപ്പുറത്ത് പോയാൽ കിട്ടും, ഇപ്പുറത്ത് പോയാൽ കിട്ടും എന്ന് പറഞ്ഞ് ഓടാൻ ദൈവം പറഞ്ഞില്ല. പ്രൈസ് ദി ലോർഡ്. ആമേൻ. അങ്ങനെ പോയാൽ സമാധാനവും കിട്ടത്തില്ല, വിടുതലും കിട്ടത്തില്ല. ഒരിക്കലും ഇത് പ്രാപിക്കാൻ കഴിയുന്നില്ല. സമാധാനം നീ ഉണ്ടാക്കിയെടുക്കണം. അതിലെ യേശു സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ സമാധാനം ഉണ്ടാക്കിയെടുക്കണം. സമാധാനം ഉണ്ടാക്കണം. സമാധാനം നമ്മുടെ ജീവിതത്തിലേക്ക് അത് വരണം. അത് വരണമെങ്കിൽ എന്ത് ചെയ്യണം? ദൈവത്തിൻ്റെ മുമ്പിൽ സറണ്ടർ ആകണം. കിട്ടിയതെടുത്ത് എല്ലായിടത്തും ഓടാൻ ദൈവം പ്രമാണം തന്നിട്ടില്ല. സ്തോത്രം. അവിടെ ഇവിടെ നടക്കുന്നു, അപ്പുറത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞ് ഓടിക്കഴിഞ്ഞാൽ സമാധാനം പോകും, ആത്മീയ മണ്ഡലം തകർന്നു പോകും. ആമേൻ. അതുകൊണ്ടാണ് കർത്താവ് പറഞ്ഞത് പ്രൈസ് ദി ലോർഡ്, സമാധാനം ഉണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാരെന്ന. സ്തോത്രം. ആമേൻ. അപ്പോൾ യേശു കർത്താവ് പറഞ്ഞ ഓരോ തൻ്റെ വാക്കുകളും ഇന്ന് പകൽക്കാലം ചിന്തിക്കേണ്ടിയുണ്ട്. സ്തോത്രം. ഇവിടെ പറയുന്നത് ആമേൻ, എന്താണ്? സമാധാനമുണ്ടാവണം. ആമേൻ. സമാധാനമില്ലാതെ, സ്വസ്ഥതയില്ലാതെ, എത്രയോ പ്രാർത്ഥിച്ചിട്ടും സമാധാനമില്ല. ഒരുപാട് കരഞ്ഞിട്ടും ഉപവസിച്ചിട്ടും സമാധാനമില്ല. ആമേൻ. ഒത്തിരി കാര്യങ്ങൾ ചെയ്തു എന്നിട്ടും സമാധാനം വരുന്നില്ല. സമാധാനം പള്ളിക്കകത്ത് ബാൻഡ് വാങ്ങിച്ചു വെച്ചാൽ സമാധാനം കിട്ടത്തില്ല. ആമേൻ. പള്ളിക്കകത്ത് വാങ്ങിയിട്ടാൽ, കസേര വാങ്ങിയിട്ടാലോ ഒരു മൈക്ക് വാങ്ങിച്ചു വെച്ചാലോ സമാധാനം കിട്ടത്തില്ല. സമാധാനമാക്കി എടുക്കണം. അതിനായി ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കണം. സമയങ്ങൾ വേർതിരിക്കണം. ആമേൻ. പ്രൈസ് ദി ലോർഡ്. സമയങ്ങൾ വേർതിരിച്ച് ദൈവസന്നിധിയിൽ മുഴങ്കാൽ മടക്കിയാലേ സമാധാനം കിട്ടൂ. ആമേൻ. സ്തോത്രം. ആമേൻ. മൂന്നാമത്തെ കാര്യം ഇതാണ്. ആമേൻ. രാജത്വം. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ എന്ത് വെളിപ്പെടണം? രാജത്വം വെളിപ്പെടണം. അപ്പോൾ ഈ 3-ാമത്തെ കാര്യത്തിൽ രാജത്വത്തിലേക്ക് വരുന്ന 8-ാമത്തെ വാക്യമാണ്. ആമേൻ. അവൻ രാജത്വം വെളിപ്പെടണം. പ്രൈസ് ദി ലോർഡ്. അവൻ രാജത്വം വെളിപ്പെടണമെങ്കിൽ പ്രൈസ് ദി ലോർഡ് എന്ത് ചെയ്യണം? ആമേൻ. നമ്മൾ ദൈവസന്നിധിയിൽ എത്രത്തോളം കർത്താവിൻ്റോട് ആമേൻ ചേർന്നിരിക്കാൻ കഴിയുമോ,
ദൈവസഭ നമ്മെ ഏൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന ദൗത്യം എത്രത്തോളം ചെയ്യാൻ കഴിയുമോ അവിടെയാണ് നമുക്കൊരു രാജ്യത്വം പ്രാപിക്കാൻ പറ്റുന്നത്. സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം അടുത്ത് നാലാമത്തെ ഭാഗം എന്താ ചിന്തിക്കുന്നത്? ജയമാണ് ചിന്തിക്കുന്നത്. നാലാമത്തെ ഭാഗം എന്താണ്? ജയം. പ്രൈസ് ദി ലോർഡ്. ദൈവമക്കൾ ജയത്തിലേക്ക് വരണം. നമ്മുടെ കർത്താവ് ആരാ? മരണത്തെ ജയിച്ചവൻ, പാതാളത്തെ ജയിച്ചവൻ, രോഗത്തെ ജയിച്ചവൻ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ശാപത്തെ ജയിച്ചവൻ, സകലത്തെയും ജയിച്ചവനല്ലേ നമ്മുടെ കർത്താവ്. ഇപ്പൊ കർത്താവ് ആഗ്രഹിക്കുന്നത് നീയും ഞാനും ജയത്തിലേക്ക് വരണം. പറയുന്നവർ പറഞ്ഞോട്ടെ, ആമേൻ. അത് അവരങ്ങ് പറഞ്ഞോണ്ടിരിക്കട്ടെ. പക്ഷേ നമ്മൾ ബൈബിളിലേക്ക് വരുമ്പോൾ, ആമേൻ, നമ്മൾ പറയുന്ന ഓരോ വാക്കിനും എന്ത് ചെയ്യണം? കണക്ക് കൊടുക്കേണ്ട ഒരു ദിവസം വരും. പ്രൈസ് ദി ലോർഡ്. സകല വാക്കുകൾക്കും കണക്ക് കൊടുക്കണം. ശുഡബനരഗതുനി. ഇന്ന് പകലിൽ ദൈവപൈതലെ സമാധാനം അന്തരീക്ഷത്തിലേക്ക് കടന്നവർ. അന്ത്യകാലമാണ്. അന്ത്യകാലത്ത് യഹോവയുടെ ആലയമുള്ള പർവ്വതം. ആമേൻ. സ്തോത്രം. നമുക്കറിയാം, സിയോൻ പർവ്വതം കർത്താവിൻ്റെ പർവ്വതം. ആ സിയോനിലേക്ക് കർത്താവ് കടന്നു ചെന്നു. നോക്കിക്കേ, അതിൻ്റെ മീഖാ പ്രവാചക പുസ്തകം 4:13 സിയോൻ പുത്രിയെ എഴുന്നേറ്റ് മെതിക്കുക, ഞാൻ നിന്റെ കൊമ്പിനെ ഇരുമ്പും നിന്റെ കൊമ്പുകളെ താമ്രവുമാക്കും. നീ ആമേൻ അനേക ജാതികളെ തകർത്തു കളയും. അവരുടെ ലാഭം യഹോവയ്ക്ക്, അവരുടെ സമ്പത്ത് സർവഭൂമിയുടെയും കർത്താവിന് ആമേൻ നിവേദ്യമായിരിക്കുകയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവം ദൂത് കൊടുക്കുമ്പോൾ നീ എന്ത് ചെയ്യണം? എഴുന്നേറ്റ് മെതിക്കണം. ആമേൻ. സ്തോത്രം. എണീക്കണം. അതല്ലേ പ്രവാചകൻ പറയുന്നത്? ആമേൻ, നിന്റെ പ്രകാശം വന്നിരിക്കുന്നു എന്ന്. സ്തോത്രം. ഇന്ന് പകൽക്കാലം കർത്താവ് തന്നിരിക്കുന്ന സമയം, കർത്താവ് തന്നിരിക്കുന്ന ആ ജയം, അതെല്ലാം ഈ ദിവസങ്ങളിൽ ദൈവമക്കൾ അനുഭവിച്ചറിയണം. ആമേൻ. സ്തോത്രം. യോശുവയുടെ പുസ്തകം 3-ാമത്തെ അധ്യായം അതിൻ്റെ 10-ാമത്തെ വാക്യത്തിലേക്ക് വരപ്പെടുമ്പോൾ യോശുവ പറഞ്ഞതെന്തെന്നാൽ, ജീവനുള്ള ദൈവം നമ്മുടെ ഇടയിലുണ്ട്. അവൻ നിങ്ങളുടെ മുൻപിൽ നിന്ന് കനാന്യർ, ഹിത്യർ, യെബൂസ്യർ, ആമേൻ, ഫെലിസ്ത്യർ, ഹല്ലേലൂയ, ഹിവ്യർ, ആമേൻ, അമോന്യർ, സ്തോത്രം, ഇങ്ങനെ ഉള്ളവരൊക്കെ എന്ത് ചെയ്യുമെന്നറിയാമോ? ആമേൻ, നീക്കിക്കളയും. പ്രൈസ് ദി ലോർഡ് എന്ന് ദൈവം പറഞ്ഞിരിക്കുക. നീക്കിക്കളയും. ഈ ജാതികളൊക്കെ നിന്റെ ഇടയിൽ എന്ത് ചെയ്യും? നീക്കിക്കളയും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ദൈവത്തിൻ്റെ പ്രവൃത്തി തൻ്റെ ജനത്തിൻ്റെ ഇടയിൽ വെളിപ്പെടണമെങ്കിൽ ചിലത് നീക്കിക്കളഞ്ഞെങ്കിലേ പറ്റത്തുള്ളൂ. സമാധാനം ലഭിക്കണം. നിനക്ക് ജയം ലഭിക്കണം. ആമേൻ. അങ്ങനെയെങ്കിൽ ഇന്ന് പകൽക്കാലം കർത്താവിലേക്ക് നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. ആമേൻ. കർത്താവിൻ്റെ ആലയത്തിലേക്ക് എന്ത് ചെയ്യുമെന്നറിയാമോ? ജാതികൾ അതിലേക്ക് ഒഴുകിച്ചെല്ലും. ആ യേശുവിലേക്ക് നമുക്ക് ഏൽപ്പിക്കാം. നമ്മുടെ കണ്ണുകൾ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗ്ഗീയ നല്ല പിതാവേ, അനുഗ്രഹിക്കപ്പെടുന്ന നല്ല പ്രഭാതവേളയ്ക്കായി സ്തോത്രം. ജനത്തെ അപ്പൻ്റെ പുനരത്തിലേക്ക് ഏൽപ്പിക്കുന്നു. ദൈവം വലിയ കാര്യങ്ങൾ ചെയ്യണമേ. ഇന്ന് പകൽക്കാലം അനുഗ്രഹിക്കണം, വിടുവിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് അനുഗ്രഹിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു.